എല്ലാം കഴിഞ്ഞ് തരൂർ ഇതാ കേരളത്തിലേക്ക്. കേരളത്തിന്റെ രാഷ്ട്രീയ തട്ടകത്തിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. ശബരിനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ആദ്യഘട്ടം തന്നെ പങ്കെടുത്തുകൊണ്ട് ഡൽഹിക്ക് വിമാനം കയറിയ തരൂർ പിന്നീട് മോദിക്ക് കയ്യടിക്കുന്നതാണ് കണ്ടത്. ഇതെന്ത് കൂത്ത് എന്ന് ആരും മൂക്കത്ത് വിരൽ വെച്ച് ചോദിച്ചു പോകുന്ന തരത്തിലാണ് കഴിഞ്ഞ കുറേ കാലമായിട്ട് തരൂരിന്റെ പ്രകടനം. ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ BJPക്ക് വേണ്ടി മോദിയിലൂടെ വാദിക്കും. എന്തായാലും കഴിഞ്ഞ ദിവസം മനോരമയുടെ ഹോർത്തൂസ് വേദിയിൽ വെച്ച് തന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഒരുപാട് വാചാലനായി വിശ്വപൗരനായ തരൂർ. അതിൽ അദ്ദേഹം മോദി ഇന്ന് നടപ്പിലാക്കുന്ന പല പദ്ധതികളും മൻമോഹൻ സിംഗിന്റെ കാലത്ത് UPA സർക്കാർ നടപ്പിലാക്കിയതാണ്. അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് പേരുമാറ്റി വിപുലപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്ന് തുറന്നു പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ട് ആ പണം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കണം. നമ്മൾ ടാക്സ് അടയ്ക്കുന്ന നമ്മുടെ പണമാണ്. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ട, പകരം നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയാൽ മതി. പക്ഷേ ആ പണം അത് നമ്മൾ വാങ്ങിച്ചെടുക്കണമെന്ന് തന്നെയാണ് തരൂർ പറയുന്നത്. എന്നാൽ UDFന് ഇന്നും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയില്ല. എല്ലാ പാർട്ടികൾക്കും വിജയിച്ചു കഴിഞ്ഞാൽ ആരാണ് അവരെ ഭരിക്കുക എന്നറിയാം. പക്ഷേ UDFന് മാത്രം അതില്ല. അതായത് തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് മുഖമായി എടുക്കാമെന്നാണ് തരൂർ പറയാതെ പറയുന്നത്. ആ രംഗങ്ങളൊന്ന് കാണാം. അതുകൊണ്ട് നമ്മൾ ഈ സംസാരം നന്നാക്കാൻ, നമ്മുടെ സ്കൂളുകൾ നന്നാക്കാൻ, ഈ മഴ പെയ്യുമ്പോൾ വെള്ളം ക്ലാസ് റൂമിനകത്ത് കയറ്റാനുള്ള സ്ഥിതിയെ മാറ്റാൻ നമുക്ക് പണം എടുക്കായിരുന്നു എന്ന് എൻ്റെ അഭിപ്രായം. പക്ഷേ കേന്ദ്രം പണം തരാതിരിക്കുന്നതിലൊരു പ്രശ്നത്തെക്കുറിച്ച് ഇതൊരു ഫെഡറൽ സിസ്റ്റമാണല്ലോ. കേന്ദ്രം നമ്മളുടെ അവകാശപ്രകാരം നമുക്ക് പൂർണ്ണമായി തരണം എന്നൊരു സംശയവുമില്ല. അത് ഓരോരോ കേസിൽ ഓരോരോ സ്ഥിതി എന്താണ്. ഞാൻ 1-2 തവണ നിർമ്മല സീതാരാമനെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ MP മാരോടൊന്ന് സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർമ്മല സീതാരാമനെ കണ്ട് ചോദിച്ചു. അവർ പറയുന്നത് ചില കാര്യത്തിൽ നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി ചിലവാക്കി അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം കൊടുത്ത് ശേഷമേ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് തരുന്നു. അത് തരാൻ അവർ തയ്യാറല്ല എന്നല്ല വിഷയം. ചില കടലാസുകൾ ഈ സർക്കാർ കൊടുത്തിട്ടില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അത് കൊടുത്ത ശേഷം കിട്ടണം. എനിക്ക് എല്ലാ ഡീറ്റെയിലും അറിയില്ല. ചില കാര്യങ്ങൾ എല്ലാറ്റിലും ഞാൻ എക്സ്പെർട്ടീസ് പറയുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾക്ക് അവകാശമുള്ളത് നമുക്ക് കിട്ടണം കേന്ദ്രത്തിൽ നിന്ന്. അതാണ് കാരണം. അവസാനം നമ്മളെല്ലാവരും ഭാരതീയ പൗരന്മാരാണ്. നമ്മൾ ഭാരതീയ ടാക്സ് കൊടുക്കുന്നുണ്ട്. ആ ടാക്സ് പണമല്ലേ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത്. അതിന് അവകാശം നമ്മൾ എടുക്കണം. അപ്പം അങ്ങനെയുള്ള ക്ലോസുകൾ എന്താണ് തർക്കം എന്ന് മനസ്സിലാവണം. ഓരോരോ കേസ് പ്രകാരമായിരിക്കും നമ്മൾ ഇന്നൊരു തീസിസ് നടത്താനുള്ള സമയം. അതിൻ്റെ ഞാൻ പറഞ്ഞു, സ്പഷ്ടമായിട്ട് പറഞ്ഞ എൻ്റെ സ്വന്തം അഭിപ്രായമാണ്. ഞാൻ കാണുന്നത്, ഞാൻ കുറേ വർഷങ്ങളായി ഭാരതീയ രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കാണുന്നത് കൂടുതലൊരു പേഴ്സണലൈസേഷൻ ഓഫ് പോളിറ്റിക്സ് സംഭവിച്ചത്. ഇത് എവിടെ പോയാലും ഏത് പാർട്ടിയുടെ അകത്തും ഒരു മുഖമാണ്. ആ മുഖത്തിൻ്റെ പേരിലാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ പോകുന്നത്. അത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിലോ, മമതാ ബാനർജി ബംഗാളിലോ, തേജസ്വി യാദവ് ബീഹാറിലോ, അല്ലെങ്കിൽ സ്റ്റാലിൻ കുടുംബം ഇപ്പോൾ തമിഴ്നാടിലോ, എല്ലാവർക്കും അറിയാം ജയിച്ചാൽ ആരാ ഭരിക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു ശക്തി ആവാം. നമുക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിൽ നമ്മൾക്ക് കുറച്ചുകൂടി ഒരു സ്പഷ്ടമായ ഒരു മെസ്സേജ് കൊടുക്കാൻ സാധിച്ചാൽ അത് നന്നായിരിക്കുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പക്ഷെ അത് നേതൃത്വം തീരുമാനിക്കട്ടെ. ഇത് എൻ്റെ സ്ഥാനമല്ല തീരുമാനിക്കും. ഇല്ല, ഇപ്പം ഞാൻ എല്ലാവരും നമ്മുടെ സമൂഹത്തിൽ ഞാൻ വിമർശിച്ചു. എൻ്റെ ആർട്ടിക്കിൾ ആരും വായിച്ചിട്ട് അതാ പ്രശ്നം. ഞാൻ ആർട്ടിക്കിൾ എഴുതിയിരിക്കുന്നത് എന്താണ്, നമ്മുടെ സമൂഹത്തിൽ സ്വഭാവം ഇതാണ്. ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കുടുംബത്തിനകത്ത് ആ പ്രൊഫഷൻ തന്നെ നേരിട്ട് പോകുന്നു. ഒരു ആക്ടറിൻ്റെ മകൻ ആക്ടറാവുന്നു, ക്രിക്കറ്ററിൻ്റെ മകൻ ക്രിക്കറ്ററാവുന്നു, ഡെന്റിസ്റ്റിൻ്റെ മകൻ ഡെന്റിസ്റ്റ് ആവുന്നു. അതുപോലെ രാഷ്ട്രീയക്കാരുടെ മക്കളും രാഷ്ട്രീയക്കാരാവുന്നു. പക്ഷെ അത് ജനാധിപത്യത്തിൽ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞത് നന്നല്ല. കാരണം ജനാധിപത്യത്തിൽ നമുക്ക് ജനങ്ങളുടെ പ്രതിനിധിത്വം കൊടുക്കാൻ ഒരു കുടുംബത്തിന് അവസാനത്തിൽ അവർക്ക് അവകാശത്തിൽ തന്നെ ഇരുന്നാൽ അവർക്ക് ഒരു ദൂരം വരും ജനങ്ങളുടെ. ആ ദൂരം വന്നിട്ടില്ലെങ്കിൽ അവർ വീണ്ടും ജയിക്കും. അല്ലെങ്കിൽ തോൽവിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദൂരം ജനങ്ങളുടെ നിന്ന് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ നടക്കാനും ജനങ്ങളുടെ ഒപ്പം അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ആശങ്കയും മനസ്സിലാക്കി സംസാരിക്കാൻ സാധിക്കുന്ന നേതാക്കളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ജനാധിപത്യത്തിൽ ഗുണം ചെയ്യുന്നു പറഞ്ഞതാണ്. അതിനെ ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമാക്കിയത് അന്യായമാണ്. കാരണം ഒരു കുടുംബത്തെക്കുറിച്ച് മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ആ പേരുകൾ മാത്രം നോക്കിയാൽ തന്നെ 10-20 കുടുംബത്തിന് പേര് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഠാക്കറെ ബോംബെ മുതൽ യാദവ് UP വരെ എല്ലാവരും പേര് വെച്ചിട്ടുണ്ട്. അല്ല, രാഹുൽ ഗാന്ധിയെ എന്താ പറഞ്ഞത്? രാഹുൽ ഗാന്ധിയുടെ പ്രസിദ്ധപ്പെട്ട പ്രസംഗമുണ്ട് ബർക്ലിയിൽ 2017.
ഈ ഡൈനസ്റ്റി സിസ്റ്റം മോശമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ. അപ്പൊ അദ്ദേഹം തന്നെ ചൂണ്ടിക്കാണിച്ച കാര്യം ഞാൻ എന്തെങ്കിലും തർക്കിക്കണം? നോക്കൂ, ഞാൻ എൻ്റെ അഭിപ്രായം ചോദിച്ചു, മറുപടി പറഞ്ഞു. ഇനി അത് വിടുക. ഇനി നിങ്ങൾ തീരുമാനം. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഇതിൽ പോലീസ് അന്വേഷണം നടക്കട്ടെ. അവർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞല്ലോ, അവരതിന് ചെയ്യുന്നുണ്ട്. FIR ഒക്കെ അവർ ഇറക്കിയിട്ടുണ്ട്. നിയമപ്രകാരവും ന്യായപ്രകാരവും ഒരു പരിഹാരം വരട്ടെ. അതുവരെ ഞാൻ വേറെ ഒരു കോമെന്റിനും ഇറങ്ങുന്നില്ല. അല്ല, ഞാനിപ്പോൾ ഇറങ്ങുന്നില്ല ഈ കാര്യത്തിൽ. ഒരു കോമെന്റിനും ആവശ്യമില്ല. കാരണം പോലീസിന്റെ ചുമതലയാണ്, പോലീസിന്റെ ഉത്തരവാദിത്തമാണ്. അവർ ജോലി ചെയ്യേണ്ടത്. അല്ല, നോക്കൂ, ചിലപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരു ആരോപണം വന്നാൽ ചിലവർ ആരോപണത്തിനെ ഒഴിവാക്കുന്നവരെ പിന്നെ തുടരും, ചിലവർ രാജിവെക്കും. അതാ വ്യക്തിയുടെ മനസാക്ഷി പോലെ തന്നെ ആയിരിക്കും. ഇനി ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. കാരണം എനിക്ക് ഈ രാഷ്ട്രീയ വിവാദത്തിൽ കിടക്കാൻ ഒരു ആഗ്രഹവുമില്ല. എനിക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു പാർട്ടിയുടെ അകത്ത് ഞാൻ ഒരു സ്റ്റാൻഡൊന്നും എടുക്കുന്നില്ല. പാർട്ടി സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അതോടെ ഞാനും ആ സബ്ജക്റ്റ് വിടുന്നു. ഞാൻ ഒരു രാഷ്ട്രീയ ജോലി ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യം കുറവില്ല. ഞാനൊരു MP അല്ലേ, ആ ജോലി ചെയ്യട്ടെ. അല്ല, രാഷ്ട്രീയത്തിൽ തുടരാൻ തന്നെ ഞാൻ ഇരിക്കുന്നത്, അല്ല ഞാൻ വന്നിരിക്കുന്നത്. കാണാം.